അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നെല്ലിക്ക പറിക്കാം. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ലൂബിക്കയാണ്. ലൂബിക്ക, ലോലോലിക്ക എന്നൊക്കെ പലയിടത്തും പല പേരിലാണ് ഇത് അറിയുന്നത്. ചുമന്ന കളറിൽ കിടക്കുന്ന നെല്ലിക്ക, അതാണ് പറിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നെല്ലിക്ക ഉണ്ടായിരുന്നു മുമ്പ്. മരം വലുതായിരുന്നത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു കൊപ്പിലുള്ള നെല്ലിക്കയാണ് ഇപ്പോൾ കാണുന്നത്. മാഷാള്ള. അപ്പോൾ ഇന്ന് രാവിലെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ നെല്ലിക്ക ഒരുപാട് പൊഴിഞ്ഞ് നിലത്ത് പോയിരുന്നു. കുറച്ച് പറിക്കുകയും ചെയ്യാം, അത് വീഡിയോ ആയിട്ട് നല്ല കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. നെല്ലിക്ക പച്ചയും പഴുത്തമായിട്ട് ഒരുപാട് കിടപ്പുണ്ട്. അപ്പം നമുക്ക് പഴുത്ത നോക്കിയാണ് പറിക്കേണ്ടത്. പഴുത്ത നോക്കി നമുക്ക് ഇന്ന് നെല്ലിക്ക പറിക്കാം. അപ്പം നെല്ലിക്കയൊക്കെ പറിക്കുന്ന വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ ഇതേ വന്ന് നോക്കുമ്പോൾ തന്നെ നെല്ലിക്ക നിലത്ത് വീഴുന്ന് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് പിറക്കി എടുത്തു. കാറ്റായതുകൊണ്ട് ഉള്ളത് പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ എല്ലാം പോകുമെന്ന് വിചാരിച്ച് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെയും കാണിക്കാം നെല്ലിയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇത് കണ്ട് കുറേയൊക്കെ പച്ചയാണ്, പഴുത്തൊക്കെ കിടപ്പുണ്ട്. നമുക്കിന്ന് നെല്ലിക്ക പറിക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നെല്ലിക്ക ഒരുപാട് കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ. കൂട്ടുകാരികളൊക്കെ ആയിട്ട് നമ്മൾ ഉപ്പൊക്കെ കൂട്ടി കഴിച്ച ഒരു ഓർമ്മ. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഉപ്പിലിടുകയും ചെയ്യാം, നമുക്കിത് അച്ചാറിടുകയും ചെയ്യാം. ഉപ്പിലിട്ടതിന് ശേഷം അച്ചാറിടുക, അല്ലാതെ തന്നെ ഇത് പറിച്ചിട്ട് കഴുകിയിട്ട് നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ വാട്ടുമൊന്നും വേണ്ട, സാധാരണ കട്ട് ചെയ്തിട്ട് അച്ചാറിടാം. മാങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ സെയിം ഇത് തന്നെയാണ്. അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് കഴുകിയിട്ട് വെള്ളം തുടച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും, കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് സാധാരണ നെല്ലിക്ക അച്ചാറിടുമല്ലോ, അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഞാൻ അച്ചാറിടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ലേ. ഇപ്പം നെല്ലിക്ക പറിച്ച് ഉപ്പിലിടുന്നുണ്ട്, പക്ഷെ ഉപ്പിലിടുന്നതിൽ കാണിക്കുന്നില്ല. ഉപ്പിലിട്ടിപ്പോൾ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇതിന് മുമ്പ് പറിച്ചതേ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ് പറിക്കുന്നത്. ഉപ്പിലിട്ടതിന് ശേഷം അച്ചാറിട്ടാലും നല്ലൊരു ടേസ്റ്റാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടത് കട്ട് ചെയ്തിട്ട് അച്ചാറിട്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അലുത്ത് പോവാതെ ഇരിക്കും. ഇത് ഉപ്പിലിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാം, ഉപ്പ് പിടിച്ചതിന് ശേഷം. അപ്പോൾ എപ്പോൾ വേണേലും നമുക്ക് കഴിക്കാം, കേടാവില്ല. ഇപ്പം മുറ്റത്ത് നിന്നാൽ നമുക്ക് വേണമെന്നില്ല ഈ നെല്ലിക്ക കിടക്കുന്നതാണ്. പിന്നെ ഇത് പോകുന്ന കാണുമ്പോൾ ഒരു വിഷമം. മുമ്പൊക്കെ ഇത് നെല്ലിക്ക കിട്ടാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. വീട്ടും മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറിക്കാൻ തോന്നില്ല. എന്തായാലും കളയുകയില്ല, ഞാൻ പറിച്ചു, കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചുമന്ന കളർ നോക്കി തന്നെ അങ്ങ് പറിച്ചെടുക്കുകയാണ്. നെല്ലിക്കയൊക്കെ ഞാനങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്, കാണിക്കാൻ പറിച്ചെടുത്ത നെല്ലിക്കയെ. ഇന്നത്തെ എൻ്റെ നെല്ലിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റോടെ ചെയ്യണേ. ലോലലിക്കയാണോ, റൂബിക്കാണോ, ചീമനെല്ലിയാണോ എന്നേ. അങ്ങനെ ഞാൻ പറിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.